വെൽക്കം ബാക്ക് ടു ഡ്രൈവ്ലെറ്റ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ജർമ്മൻ ഹാച്ച് ബാഗ് ആണ്, വോക്സ്വാഗൻ പോളോ. 2010 വോക്സ്വാഗൻ പോളോ ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്. ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടും വോക്സ്വാഗൻ പോളോയുടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോരുന്നു. BS6 നോംസ് ഫോളോ ചെയ്യുന്ന പുതിയ പോളോ 2020 മാർച്ചിലാണ് ഇന്ത്യൻ കാർ മാർക്കറ്റിൽ എത്തുന്നത്. 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻസിൽ മാത്രമാണ് പുതിയ പോളോ അവൈലബിൾ ആയിട്ട് വരുന്നത്, അതും പെട്രോൾ എഞ്ചിനിൽ മാത്രം. 1 ലിറ്റർ TSI എഞ്ചിനും അതുകൂടാതെ 1 ലിറ്റർ MPI എഞ്ചിനിലുമാണ് പോളോ അവൈലബിൾ ആയിട്ട് വരുന്നത്. TSI എഞ്ചിനിൽ മാത്രമേ ഓട്ടോമാറ്റിക് വേരിയൻറ്റും അവൈലബിൾ ആയി വരുന്നുള്ളൂ. TSI എഞ്ചിനിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 1 ലിറ്റർ MPI എഞ്ചിനിൽ വരുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഞാനിപ്പം റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വാഹനം പോളോ 1 ലിറ്റർ TSI ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. നമുക്കിനിയും ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലോട്ട് പോകാം. ഡ്യുവൽ ബീം ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് പോളോയിൽ വന്നിരിക്കുന്നത്. സ്മോക്ക് ഫിനിഷോട് കൂടിയ ഹെഡ് ലാംപ്സ് ആണ്. ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നതും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ താഴെയായി ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. ഹാലജൻ ഫോഗ് ലാംപ്സ് ആണ്. കോർണറിംഗ് ലൈറ്റും ഈ ഒരു സെയിം യൂണിറ്റിൽ തന്നെയാണ് വരുന്നത്. ബമ്പറിൻ്റെ ഏറ്റവും താഴെ തന്നെ എയർ വെൻസ് കൊടുത്തിരിക്കുന്നു. ഹണികോം പാറ്റേൺ എയർ വെൻസ് ആണിത്. റേഡിയേറ്റർ ഗ്രിൽസ് വന്നിരിക്കുന്നതും ഹണികോം പാറ്റേണിൽ തന്നെയാണ്. സെൻട്രലായി വോക്സ്വാഗൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നു. ക്രോം പ്ലേറ്റഡ് ലോഗോയാണ്, VW ലോഗോ. അതുകൂടാതെ ഒരു ക്രോം പ്ലേറ്റ് ഡിസൈനും ഫ്രണ്ട് ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നു. ബോൾഡ് ആൻഡ് മസ്കുലർ ബോണറ്റാണ് പോളോയിലുള്ളത്. ബോണറ്റിൽ തന്നെ ക്യാരക്ടർ ലൈൻസും കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് പോളോയിൽ വരുന്നത്. നമുക്കിനിയും സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 3971 mm ആണ്. വിഡ്ത്ത് വരുന്നത് 1682 mm. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ്. ബോഡി കളേർഡ് സൈഡ് വ്യൂ മിറേഴ്സ് ആണ്. അതുകൂടാതെ LED ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നു. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ്. ഹീറ്റ് ഇൻസുലേറ്റഡ് ഗ്ലാസസ് ആണ് പോളോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബി പില്ലർ വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്. ഇനി നമുക്ക് ടയേഴ്സ് ഒന്ന് നോക്കാം. 16 ഇഞ്ച് ഗ്രേ അലോയ് വീൽസ് ആണ് പോളോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 10 സ്പോക്ക് അലോയ് വീൽസ്. ബാക്കിൽ വന്നിരിക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കും. റണ്ണിംഗ് ബോർഡിലായി ബോഡി സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ്ഡ് ബോഡി സ്കേർട്ടിംഗ് ആണ്. ഫ്രണ്ട് ബമ്പേഴ്സിലും ഈ ഒരു സ്പോർട്ടി ബോഡി സ്കേർട്ടിങ്സ് അവൈലബിൾ ആണ്. ഇനിയും പോളോയുടെ റിയർ പ്രൊഫൈൽ ഒന്ന് നോക്കാം. വളരെ ബോൾഡ് ആൻഡ് സ്പോർട്ടി റിയർ പ്രൊഫൈൽ ലുക്കാണ് പോളോയിൽ വരുന്നത്. GTI ഇൻസ്പയർഡ് ബമ്പേഴ്സാണ് പോളോയിൽ വരുന്നത്. ബമ്പറിൻ്റെ ഏറ്റവും താഴെ തന്നെ റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. അതുകൂടാതെ ഒരു ആർട്ടിഫിഷ്യൽ ഡിഫ്യൂസറും കൊടുത്തിരിക്കുന്നു. മാറ്റ് ഫിനിഷ്ഡ് ഡിഫ്യൂസറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഡിഫ്യൂസറാണ്. ബാക്ക് ബമ്പറിൽ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിരിക്കുന്നു. ഇൻബിൽഡ് റിവേഴ്സ് ക്യാമറ പോളോയിൽ അവൈലബിൾ അല്ല. LED ടെയിൽ ലാംപ്സ് ആണ് പോളോയിൽ വന്നിരിക്കുന്നത്. സ്പോർട്ടി ടെയിൽ ലാംപ്സ് ആണ്. LED സ്ട്രിപ്പൊക്കെ ടെയിൽ ലാംപ്സിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നതും ഈ ഒരു സെയിം യൂണിറ്റിനകത്ത് തന്നെയാണ്. ഹൈ മൗണ്ട് ബ്രേക്ക് ലാമ്പ്. LED ഹൈ മൗണ്ട് ബ്രേക്ക് ലാമ്പാണ് പോളോയിൽ വരുന്നത്. റൂഫിലായി തന്നെ ആൻറ്റിനയും കൊടുത്തിരിക്കുന്നു. ഇതൊരു നോർമൽ ആൻറ്റിനയാണ് പോളോയിൽ വരുന്നത്. വാഷബിൾ റിയർ വിൻഡ്ഷീൽഡാണ്. ഡിഫോഗറും കൊടുത്തിരിക്കുന്നു. വൈപ്പേഴ്സ്, വോക്സ്വാഗൻ ലോഗോ, പോളോ ബാഡ്ജിങ്ങും ഡിക്കിയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ TSI ബാഡ്ജിങ്ങും ഡിക്കി ഡോറിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ലോഗോയിൽ തന്നെയാണ് ബൂട്ട് ഓപ്പണിങ് വരുന്നത്. 280 ലിറ്റർ ആണ് പോളോയുടെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പാർഷ്യൽ ട്രേയും ബൂട്ട് സ്പേസിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെയർ വീൽ ഒന്ന് നോക്കാം. 14 ഇഞ്ചാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. സാധാരണ സ്റ്റീൽ വീൽസ് ആണ് ഇതിനകത്ത് സ്പെയർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അലോയ് വീൽസ് അല്ല. പാർഷ്യൽ ട്രേ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. റിമൂവ് ചെയ്ത് അതുവഴി നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടാനും സാധിക്കും.
നമുക്ക് ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 45 ലിറ്ററാണ് പോളോയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ആവറേജ് മൈലേജ് കമ്പനി പറഞ്ഞിരിക്കുന്നത് 18 km/ലിറ്റർ ആണ്. 18.24 km/ലിറ്റർ. ഇനി പാസഞ്ചർ സൈഡ് ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറ് ബ്ലാക്ക് തന്നെയാണ്. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ് ആണ് പോളോയിൽ കൊടുത്തിരിക്കുന്നത്. താഴെയായി പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കാണാം. ഡോറിൻ്റെ ഏറ്റവും അടിയിലായി തന്നെ മാഗസിൻ ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ഡോർ സ്പീക്കേഴ്സ്, 4 ഡോർ സ്പീക്കേഴ്സാണ് പോളോയിൽ വരുന്നത്. ഇതാണ് പാസഞ്ചർ സൈഡ് ക്യാബിൻ ലുക്ക്. ഇവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് ഫാബ്രിക് സീറ്റ്സ് ആണ് പോളോയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും പോളോയിൽ വരുന്നുണ്ട്. എയർ സീറ്റ്സിൽ ആംബ്രസ്റ്റ് അവൈലബിൾ അല്ല. പാസഞ്ചർ ക്യാബിനിൽ ലെഗ് സ്പേസ് വളരെ കുറവാണ്. പാസഞ്ചർ ക്യാബിനിലും AC വെൻസ് അവൈലബിൾ ആണ്. ക്രോം ഇൻസേർട്ടോട് കൂടിയ AC വെൻസ് ആണിത്. അതുകൂടാതെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ അവിടെ കൊടുത്തിരിക്കുന്നു. റൂഫിലായി ഫോൾഡബിൾ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. 3 ഹാൻഡിൽസ് മൊത്തം റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ആണ് പോളോയുടെ ഫ്രണ്ട് ക്യാബിൻ ലുക്ക് വരുന്നത്. വളരെ സ്പോർട്ടി ഡിസൈനിലുള്ള ഫ്രണ്ട് ക്യാബിൻ തന്നെയാണ് പോളോയ്ക്ക് വരുന്നത്. ബ്ലാക്ക് തന്നെയാണ് ഫ്രണ്ട് ക്യാബിനിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറ്. അതുകൂടാതെ ക്രോം ഇൻസേർട്ടുകളും കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ ഒന്ന് തുറന്നു നോക്കാം. വളരെ ഹെവി ഡോറാണ്. നമുക്കൊരു 3 പോർഷനായിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് ഡോറിലും ബ്ലാക്ക് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറ്. മെറ്റൽ ഫിനിഷ്ഡ് ഡോർ ഓപ്പണേഴ്സ് ആണ് പോളോയിൽ വരുന്നത്. സൈഡ് മിറേഴ്സിൻ്റെ കൺട്രോൾസ്, പിന്നെ ഡോർ അൺലോക്ക് ബട്ടൺസ്, പിന്നെ 4 ഡോർ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസും ഒക്കെയാണ് ഈ ഒരു ഫ്രണ്ട് ഡോറിൽ വരുന്നത്. അതുകൂടാതെ ഒരു ലെതർ റാപ്ഡ് ആംബ്രസ്റ്റും ഫ്രണ്ട് ഡോറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിരിക്കുന്നു ഡോർസിൽ തന്നെ. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാബിൻ ഒന്ന് നോക്കാം. ഇതാണ് പോളോയുടെ ഫ്രണ്ട് ക്യാബിൻ ലുക്ക് വരുന്നത്. വളരെ സ്പോർട്ടി ആൻഡ് അട്രാക്റ്റീവ് ഡിസൈനിൽ തന്നെയാണ് ഫ്രണ്ട് ക്യാബിൻ ഉള്ളത്. ഡ്രൈവർ സൈഡ് AC വെൻറ്റ്, ക്രോം ഇൻസേർട്ടോട് കൂടിയ AC വെൻറ്റ്സ് ആണ്. സ്പീഡ് അഡ്ജസ്റ്റബിൾ AC വെൻറ്റ്സ്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് ഇത്. ഏറ്റവും താഴെ തന്നെ നമുക്ക് പെഡൽസ് കാണാൻ സാധിക്കും. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ പെഡൽസ്. മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് പോളോയിൽ വരുന്നത്. നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക് ഫാബ്രിക് അപ്പോൾസ്റ്ററി സീറ്റ്സ് ആണ് പോളോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിളായ സീറ്റ്സ് ആണ്. റെഡ് സ്റ്റിച്ചിങ്ങും സീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് ഫ്രണ്ടിലും കോ പാസഞ്ചറിനും വരുന്നത്. 4 ഹെഡ് റെസ്റ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഫ്ലിപ്പ് കീസ് ആണ് പോളോയിൽ വന്നിരിക്കുന്നത്. ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺസ് കൂടാതെ ബൂട്ട് ഓപ്പണിംഗ് ബട്ടണും കീയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 3 സ്പോക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് പോളോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണിത്. ക്രോം ഇൻസേർട്ടുകളും പിയാനോ ബ്ലാക്ക് ഫിനിഷും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരുപാട് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഓഡിയോ കൺട്രോൾസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, സെൻറ്ററിലായി VW ലോഗോ കൊടുത്തിരിക്കുന്നു. ഫോൺ ആൻഡ് വോയിസ് കമാൻഡ് കൺട്രോൾസ്, വൈപ്പേഴ്സും ഡീഫോഗറും ഒക്കെ നമ്മൾ ഈ നോബിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലായി ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ഇതാണ് പോളോയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. വൈറ്റ് ആൻഡ് റെഡ് ആണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. 240 km/h ആണ് ഇതിൽ ടോപ്പ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് RPM മീറ്ററും കാണാൻ സാധിക്കും. അതുകൂടാതെ എൻജിൻ ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ, ട്രിപ്പ് മീറ്റർ, ലോ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, ഗിയർ പൊസിഷൻ ഡീറ്റെയിൽസ്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ടൈം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് ലഭ്യമാണ്. ഇനി നമുക്ക് സെൻട്രൽ AC വെൻറ്റ്സ് ഒന്ന് നോക്കാം. ക്രോം ഇൻസേർട്ട് കൂടിയ സെൻട്രൽ AC വെൻറ്റ്സ് ആണ്. സ്പീഡ് അഡ്ജസ്റ്റബിൾ സെൻട്രൽ AC വെൻറ്റ്സ്. 6.5 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പോളോയിൽ
യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂടൂത്ത്, USB, ഓക്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മിറർ ലിങ്ക്, വോയിസ് കമാൻഡ്, FM, നാവിഗേഷൻ, ഇത്രയും ഫീച്ചേഴ്സാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കാണാൻ സാധിക്കും. പഴയ പോളോയിലുള്ള സെയിം ഒരു AC തന്നെയാണ് ഈ ഒരു പോളോയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. താഴെയായി 2 ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിരിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനിൽ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനിലും TSI മോഡൽ അവൈലബിൾ ആണ്. പോളോ 1 ലിറ്റർ MPIയിൽ വരുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. പോളോ TSI മോഡലിന് മാത്രമേ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും പിന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷനും അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗിയർ നോബിലായി കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ക്രോം ഇൻസേർട്ടുകളും ഈ ഒരു ഗിയർ നോബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിഡ് ഗിയർ നോബാണ് പോളോയിൽ വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്സിലും ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റ് ബ്ലാക്ക് ഫാബ്രിക് അപ്പോൾസ്ട്രി ആംറസ്റ്റ് ആണ്. അതിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് പോളോയിൽ വരുന്നത്. കൂടാതെ ഒരു ലാമ്പും അവിടെ കൊടുത്തിരിക്കുന്നു. കൂളിംഗ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. സൈഡ് റിയർ വ്യൂ മിറർ, ഓട്ടോ ഡിമ്മിങ് IRVM ആണ് പോളോയിൽ വരുന്നത്. റൂഫിലായി റീഡിംഗ് ലാംപ്സും കൊടുത്തിരിക്കുന്നു. ഈ സൺവൈസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് അവൈലബിൾ അല്ല. ഡ്രൈവർ സൈഡ് സൺവൈസറിലും ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഡാഷ്ബോർഡാണ് പോളോയിൽ വരുന്നത്. പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് വോക്സ്വാഗൻ പോളോയുടെ ഇൻറ്റീരിയറും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വൺ ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് പോളോ TSI വേരിയൻറ്റിൽ വരുന്നത്. പോളോ TSI എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 110 HP ആണ്. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 175 Nm ടോർക്കാണ്. അത് കിട്ടുന്നത് 1750 to 4000 RPM ഇടയിലാണ്. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അതുകൂടാതെ പോളോയുടെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 1072 കിലോയാണ്. പെർഫോമൻസിനും സേഫ്റ്റിക്കും വോക്സ്വാഗൻ ഒരുപാട് പ്രാധാന്യം നൽകുന്നു. പോളോയുടെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ്സ്, ABS, EBD, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ്, എമർജൻസി എക്സിറ്റ്, ആൻറ്റി പിഞ്ച് റിയർ ആൻഡ് ഫ്രണ്ട് വിൻഡോസ്. 7 കളർ ഓപ്ഷൻസിൽ പോളോ ലഭ്യമാണ്. അതുകൂടാതെ 1 ലിറ്റർ MPI എഞ്ചിനും 1 ലിറ്റർ TSI എഞ്ചിനിലും പുതിയ പോളോ അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിനോട് കൂടിയ പോളോ മാത്രമേ ഇപ്പം ഇന്ത്യൻ വിപണിയിലുള്ളൂ. ഡീസൽ എഞ്ചിൻ്റെ പ്രൊഡക്ഷൻ വോക്സ്വാഗൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. DSG ഗിയർ ബോക്സും ഇപ്പോൾ പോളോയിൽ അവൈലബിൾ അല്ല. ഓട്ടോമാറ്റിക്കിൽ വരുന്നത് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ.